നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വഴിപാട് ജോലി സംബന്ധമായിട്ടായാലും അതല്ല ഒരു ഉദ്യോഗത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സഗതികളായാലും ഏതെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള തടസ്സഗതികളായാലും കച്ചവടപരമായിട്ടുള്ള രീതിയിലുള്ള തടസ്സഗതികളായാലും എന്തുമാവട്ടെ, ഇതിനെല്ലാം ഒരു ഒറ്റമൂലി എന്ന നിലയിൽ ആദിപരാശക്തിയായ ശ്രീ പരമേശ്വരി ദേവി, ദുർഗാ ഭഗവതി, അപ്പോൾ ആ സങ്കല്പസ്ഥിതിയിൽ നമ്മൾ ദേവിയെ കാണാൻ നേരത്ത് ദേവിയുടെ മറ്റൊരു ഭാഗമായ രക്തചാമുണ്ഡി സങ്കല്പസ്ഥിതിയിൽ ആ ചെയ്യുന്ന പൂജാതി കർമ്മകാര്യങ്ങളുടെ ഫലവും അതിൽ നിന്നുണ്ടാവുന്ന ഗുണഗതികളും ഈ വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നുണ്ടാവുന്ന ഒരു ഫലം അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം തന്നെയാണ്. രക്തചാമുണ്ഡി ഹോമം ഇല്ലെങ്കിൽ രക്തചാമുണ്ഡി അഷ്ടോത്തരാർച്ചന, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും വിശ്വാസപരമായിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രു സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സഗതികളും അവരുടെ ക്രിയാപരമായിട്ടുള്ളതായാലും വാക്സംബന്ധമായിട്ടുള്ള പ്രവൃത്തി മൂലമുണ്ടാകുന്ന നമ്മൾക്ക് എതിരെ ഭവിക്കുന്ന ദോഷഗതികളായാലും ഒരു പരിധി വരെ പിടിച്ച് നമ്മളെ നിലനിർത്താനായിട്ട് പറ്റും ഈ ഒരു പൂജയിൽ. അപ്പോൾ രക്തചാമുണ്ഡി യന്ത്രം, അപ്പോൾ ഹോമവും നടത്താം, അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് അർച്ചന നടത്താം, അതിന് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യന്ത്രം പൂജിച്ച് നമ്മൾ വിശ്വാസപരമായിട്ട് ശരീരത്തിൽ ധരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ടാവും. ആ നെഗറ്റീവുകളെല്ലാം മാറിയാൽ തന്നെ നമ്മളുടെ മുന്നോട്ടുള്ള ക്രിയകൾക്ക് ഒരു പോസിറ്റീവായിട്ട് പോകാനും പറ്റും. അപ്പം ആദിപരാശക്തിയായ ദേവിയെ നിത്യവും നമ്മൾ സ്മരിക്കുന്നത് അത്യുത്തമപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.